എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദേവീഭക്തയായ ലക്ഷ്മി എന്ന സാധുവായ ഒരു സ്ത്രീയുടെ കഥയാണ്. ലക്ഷ്മി ദേവീഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. ലക്ഷ്മിയും അവളുടെ ഭർത്താവ് ഗോവിന്ദനും ചെറുപ്പത്തിലേ വിവാഹിതരായതാണ്. ഗോവിന്ദൻ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു. ലക്ഷ്മിക്ക് ദേവിയോട്, പ്രത്യേകിച്ചും ദുർഗാദേവിയോട് അളവറ്റ ഭക്തിയായിരുന്നു. അടുത്തുള്ള മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും അവൾ പോവുകയും ഒരു നെയ്വിളക്ക് കത്തിക്കുകയും പതിവായിരുന്നു. അവരുടെ ദാരിദ്ര്യം കാരണം ഒരു നല്ല വിളക്കിനുള്ള എണ്ണ പോലും കഷ്ടിച്ചാണ് ലക്ഷ്മി കണ്ടെത്തിയിരുന്നത്. പലപ്പോഴും ഒരു ചെറിയ തുള്ളി എണ്ണ മാത്രമേ അവളുടെ കൈവശം ഉണ്ടാവാറുള്ളൂ. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഗോവിന്ദന് ഒരു രോഗം പിടിപെട്ടു. കഠിനമായ പനി കാരണം അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിച്ചില്ല. ലക്ഷ്മി ആകെയുള്ള പണം മുഴുവൻ ഗോവിന്ദൻ്റെ ചികിത്സയ്ക്കായി ചിലവാക്കി. എങ്കിലും അസുഖം മാറിയില്ല. ഒരു വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അവളുടെ കൈവശം വെറും ഒരു തുള്ളി എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിളക്കിൽ എണ്ണയില്ലാത്തതിനാൽ ലക്ഷ്മി കണ്ണീരോടെ പ്രാർത്ഥിച്ചു, "അമ്മേ, എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറ്റാൻ എനിക്ക് യാതൊരു വഴിയുമില്ല. ഈ ഒരു തുള്ളി എണ്ണ മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. എൻ്റെ സങ്കടം അമ്മ അറിയുന്നുണ്ടെങ്കിൽ ഈ വിളക്ക് അണയാതെ കാക്കണേ." അവൾ ആ ഒരു തുള്ളി എണ്ണ ഒഴിച്ച് തിരികത്തിച്ചു. മറ്റ് ഭക്തർ എണ്ണ നിറച്ച വലിയ വിളക്കുകൾക്ക് അരികിൽ ഈ കൊച്ചു വെളിച്ചം കഷ്ടിച്ച് മിന്നി നിന്നു. അന്ന് രാത്രി കനത്ത കാറ്റും മഴയും ഉണ്ടായി. ക്ഷേത്രത്തിൽ കത്തിച്ച മറ്റ് വലിയ വിളക്കുകൾ പോലും കാറ്റിൽ ഉടനീളം അണഞ്ഞുപോയി. എന്നാൽ ലക്ഷ്മി കത്തിച്ച ആ ചെറിയ നെയ്വിളക്ക് മാത്രം അണയാതെ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിലെ പൂജാരിയും മറ്റ് ഭക്തരും ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. ഈ വിളക്ക് സാധാരണ വിളക്കല്ലെന്നും ലക്ഷ്മിയുടെ അചഞ്ചലമായ ഭക്തിയുടെ പ്രകാശമാണ് അതെന്നും അവർക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ ഗോവിന്ദൻ ഞെട്ടിയുണർന്നു. രാത്രി മുഴുവൻ ഉണ്ടായിരുന്ന കടുത്ത പനി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടിരുന്നു. അത്ഭുതത്തോടെ ഗോവിന്ദൻ ലക്ഷ്മിയോട് കാര്യം തിരക്കി. അവർ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ലക്ഷ്മിയുടെ ആത്മാർത്ഥമായ ഭക്തിയിൽ സംപ്രീതയായ ദേവി തൻ്റെ വിളക്ക് കാത്തതുപോലെ ഗോവിന്ദൻ്റെ ജീവനും കാത്തുവെന്ന് അവർ മനസ്സിലാക്കി. അന്നു മുതൽ അവർ ദാരിദ്ര്യത്തിൽ ആയിരുന്നെങ്കിലും മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ ദേവിയെ ആരാധിച്ചു. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം? എത്ര കുറഞ്ഞതാണെങ്കിലും അടിയുറച്ച ഭക്തിയോടെയും സ്നേഹത്തോടെയുമുള്ള സമർപ്പണം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നന്ദി.